ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ അനൂപേട്ടൻ എന്തെങ്കിലും സംഭവിച്ച ഞാനും എന്റെ കുഞ്ഞും പിന്നെ ജീവിച്ചിരിക്കില്ല. ഞങ്ങളുടെ ശവം നിങ്ങൾ കാണും. എന്റെ ഈശ്വര, ശരി. അർച്ചന, താൻ എന്നോട് ക്ഷമിക്കേ. ഞാനത് മനഃപൂർവ്വം പറഞ്ഞല്ലെന്ന് പറഞ്ഞല്ലോ. സച്ചേട്ടൻ കാരണം ഇപ്പൊ എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുന്നറിയോ? മീരടുത്ത് എങ്ങനെയോ ഇക്കാര്യം അറിഞ്ഞു. എടുത്ത് അവിടെ ആകെ പ്രശ്നമാക്കി. അവരോട് ഞാൻ എന്ത് സമാധാനം പറയും? ഒരു വിധത്തിലാ ഞാൻ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചത്. സച്ചേട്ടനും കുടുംബത്തിനും വേണ്ടിയാ ഞാൻ എന്റെ സർവ്വവും സമർപ്പിച്ചിരിക്കുന്നത്. ഏത് പ്രതിസന്ധിയിലും ഈ വീടിനെയും ഇവിടെ ഉള്ളവരെയും സംരക്ഷിക്കാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. എല്ലാം സച്ചേട്ടന് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളുമല്ലേ. ഇപ്പൊ അവിടെ ഉള്ളവരെല്ലാം സച്ചേട്ടനെ അവിശ്വസിക്കുക. ആ നിലയ്ക്ക് ഞാൻ എങ്ങനെ ഇവിടെ സമാധാനമായിട്ടിരിക്കുക? അനുപേടിനെ ഒറ്റ കൊടുത്തത് സച്ചേട്ടനാണെന്ന് എന്റെ വീട്ടുകാർ വിശ്വസിച്ച എനിക്കത് സഹിക്കാൻ കഴിയില്ല. ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഞാൻ പോവാ. അർച്ചന, അരുത്. താൻ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. തനിക്കോ തന്റെ വീട്ടുകാർക്കോ ദോഷം വരുന്ന ഒന്നും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞതിന്റെ സെൻസ് തനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. തനിക്ക് എന്നെ അറിയില്ലേ? അറിയാം, എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ ആ ഗുണ്ടകൾക്ക് സച്ചേട്ടനെ അറിയില്ലല്ലോ. പറഞ്ഞ ദിവസം അനുപേടിനെ സച്ചേട്ടൻ കൊണ്ട് കൊടുക്കുമെന്നല്ലേ അവര് വിചാരിച്ചിരിക്കുന്നേ. ഇല്ലെങ്കിലോ പിന്നെ അവരെന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? അതിനെക്കുറിച്ച് സച്ചേട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ? ആ സമയത്ത് ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചില്ല. തന്നെയും കുഞ്ഞുങ്ങളെയും എങ്ങനെ രക്ഷിക്കണമെന്ന് മാത്രം ഞാൻ ആലോചിച്ചുള്ളൂ. ഭാര്യയുടെയും മക്കളുടെയും അഭിമാനവും ജീവനെ രക്ഷിക്കാൻ കഴിയാത്ത ഞാൻ ഭർത്താവായിട്ട് പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? താൻ പറഞ്ഞതുപോലെ സംസാരിച്ചിരുന്നെങ്കിൽ ആ ഗുണ്ടകൾ നമ്മളെ അവിടെ വെച്ച് വെട്ടി തുണ്ടം ആക്കിയേനെ. താനും തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും പിന്നെ നമ്മുടെ മോളും. അതിനപ്പുറം എനിക്ക് മറ്റൊന്നുമില്ല. നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ എന്തും പറയും, എന്തും ചെയ്യും. ഇപ്പോ താൻ എന്റെ മുമ്പിൽ നിന്ന് ജീവനോട് സംസാരിക്കുന്നത് ഞാൻ ആ സമയത്ത് അങ്ങനെ പറഞ്ഞതുകൊണ്ടാ. അല്ലെങ്കിലും അനുപേട്ടന് ഞാൻ ആ ഗുണ്ടയ്ക്ക് കൊല്ലം കൊണ്ട് കൊടുക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് മറ്റെന്തെങ്കിലും ഒരു വഴി ആലോചിക്കണം ഞാൻ ചിന്തിച്ചേ. ആ സമയത്ത് എന്റെ മാനസികാവസ്ഥ തനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ലെങ്കിൽ ഇനി തനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഞാൻ തന്നെ തടയില്ല.